ഹായ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വിപണിയിലെ ഏറ്റവും പവർഫുൾ ആയ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പറയാനാണ്. ബ്രാൻഡിംഗ്. എന്താണ് ബ്രാൻഡിംഗ്? അതൊരു ലോഗോ മാത്രമല്ല, അതൊരു കളർ ടോണല്ല, അതൊരു കളർ പാലറ്റും അല്ല, മറിച്ച് ബിസിനസിന്റെ ഹൃദയമാണ് ബ്രാൻഡിംഗ്. ഇത് നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എന്തിന് ഈ മാർക്കറ്റിൽ നിലകൊള്ളുന്നു എന്നും എങ്ങനെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിൽ നിങ്ങളുടെ വിശ്വാസം അർപ്പിക്കാമെന്നും നിങ്ങളെ പഠിപ്പിക്കും. ഇപ്പോൾ നമുക്ക് ലെറ്റ്സ് ടോക്ക് അബൌട്ട് എ ബ്രാൻഡ്. ആപ്പിൾ. ആപ്പിൾ എന്നൊരു ബ്രാൻഡിനെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? അതിന്റെ ക്വാളിറ്റി, അതിന്റെ സ്റ്റൈൽ, അതിന്റെ ഇന്നോവേഷൻ, ഇതൊക്കെ തന്നെയല്ലേ? അതാണ് ബ്രാൻഡിങ്ങിന്റെ പവർ എന്ന് പറയുന്നത്. ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് വിത്തൗട്ട് എ വേർഡ്. 4 തരത്തിലാണ് ബ്രാൻഡിങ്ങിന് നമ്മൾ തിരിച്ചിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളെ തന്നെ, ഒരു വ്യക്തിയെ തന്നെ ബ്രാൻഡ് ചെയ്യുമ്പോൾ അതിനെ പേഴ്സണൽ ബ്രാൻഡിംഗ് എന്നും, അതിന്റെ പ്രൊഡക്ട്സിനെ, ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റിനെ ബ്രാൻഡ് ചെയ്യുമ്പോൾ അതിനെ പ്രൊഡക്റ്റ് ബ്രാൻഡിംഗ് എന്നും, അവർ നൽകുന്ന സർവീസിനെ ബ്രാൻഡ് ചെയ്യുമ്പോൾ സർവീസ് ബ്രാൻഡിംഗ് എന്നും, എന്നാൽ ഒരു വലിയ കോർപ്പറേറ്റ് സ്ഥാപനത്തെ ബ്രാൻഡ് ചെയ്യുമ്പോൾ കോർപ്പറേറ്റ് ബ്രാൻഡിംഗ് എന്നും നമ്മൾ പറയും. ഈ ബ്രാൻഡിങ്ങിലൂടെ നമുക്ക് എന്തൊക്കെ നേടാൻ കഴിയും? ആദ്യം തന്നെ ഒരു കസ്റ്റമേഴ്സിൽ നമ്മൾ നേടിയെടുക്കുന്ന ഒരു ട്രസ്റ്റ്, വിശ്വാസം, അതാണ് ആദ്യത്തേത്. പിന്നെ വർദ്ധിച്ചു വരുന്ന വാല്യൂ അല്ലെങ്കിൽ ആ മൂല്യബോധം എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ കിട്ടുന്ന റെക്കഗ്നിഷൻ, അതാണ് 3ാമത്തെ കാര്യം. 4ാമത്തെ കാര്യം, നമ്മളെ പ്രൊഡക്റ്റ് ഇത്രയും കോമ്പറ്റീഷൻ നിലനിൽക്കെ അതിനെ മറ്റ് പ്രൊഡക്റ്റിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതുമാണ്. അങ്ങനെ പോകുന്ന അതിന്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. ഓരോ പ്രൊഡക്റ്റും ഓരോ ബ്രാൻഡും ഒരിക്കലും നിർമ്മിക്കപ്പെടുന്നത് ഫാക്ടറികളിലല്ല, മറിച്ച് ഓരോ കസ്റ്റമറിന്റെയും ഹൃദയത്തിലാണ്.